കോൺഗ്രസ് തരംഗമാണ് കേരളത്തിലുടനീളം ഈ 2025 കാണാൻ സാധിക്കുന്നത്. പിണറായി ഗ്യാരണ്ടികൾ പൊളിഞ്ഞ് പാളീസായി എന്നാണ് ചായക്കടയിലുള്ള സാധാ മനുഷ്യർ പോലും പറയുന്ന രാഷ്ട്രീയം. പണ്ട് മുതലേ ചായക്കട രാഷ്ട്രീയത്തിന് ഏറെ പ്രസക്തിയുള്ള മണ്ണാണ് കേരളം. കാരണം വോട്ട് ചെയ്യുന്ന പൗരന്റെ ആൾക്കൂട്ട സംഭാഷണവും അഭിപ്രായവുമാണ് ഊതിക്കുടിക്കുന്ന ചായക്കൊപ്പം പതഞ്ഞു പൊങ്ങുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിന്റെ വടക്കേയറ്റം മുതൽ തെക്കേയറ്റം വരെ UDF തരംഗം തന്നെയാണ്. അതിന് ഒരു കാരണം കോൺഗ്രസ് ഇത്തവണ സ്വീകരിച്ച നടപടികളും അതിനനുസരിച്ച് ഒരു മുഴം മുൻപേ എറിഞ്ഞതുമാണ്. അതും മുഖ്യന്റെ മൂക്കിൻ തുമ്പിൽ നിന്നുകൊണ്ടാണ് കെ മുരളീധരൻ എന്ന ലീഡറുടെ മകൻ ഒന്നൊന്നര ചുവടുകൾ വെച്ചത്. തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടതും. ഇതൊക്കെ കോൺഗ്രസിന്റെ മാർക്ക് കൂട്ടിക്കൊണ്ടേയിരുന്നു. അതിനിടയ്ക്ക് മുട്ടടയിലെ വൈഷ്ണ സുരേഷ് എന്ന സ്ഥാനാർത്ഥിയുടെ വോട്ട് തന്നെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് ഏറെ വാർത്താ പ്രാധാന്യവും കോൺഗ്രസിന് നേടിക്കൊടുക്കുകയും ചെയ്തു. അവിടെ പക്ഷേ തകർന്നടിഞ്ഞത് 2020 CPM താരമായി ഇറക്കിയ ആര്യ രാജേന്ദ്രൻ എന്ന മേയർ ഊട്ടിയാണ്. കാരണം രാത്രിക്ക് രാത്രി മുട്ടട UDF സ്ഥാനാർത്ഥിയുടെ വോട്ട് വെട്ടാൻ കാരണക്കാരി ആര്യയാണ്. കർട്ടന് പിന്നിൽ നിന്ന് കളിച്ചത് ആര്യ തന്നെയെന്ന് മുരളീധരൻ പരസ്യമായി തന്നെ പറയുകയും ചെയ്തതോടെ തിരുവനന്തപുരത്തെ പണി മതിയാക്കി ആര്യയെ CPM കോഴിക്കോട്ടേക്ക് നാടുകടത്തുകയാണ് ചെയ്തത്. ഇനിയും തിരുവനന്തപുരത്ത് നിർത്തിയാൽ പാർട്ടിക്ക് ഗുണത്തെക്കാളേറെ ദോഷമാണ് എന്ന് പാർട്ടിയും പിണറായിയും തിരിച്ചറിഞ്ഞു എന്നത് തന്നെയാണ് കാരണം. അല്ലെങ്കിലും PP ദിവ്യയും ആര്യയും ചിന്താ ജെറോമുമൊക്കെ പാർട്ടിയെ പറയിപ്പിച്ച വനിതാ മുഖങ്ങളിൽ മുന്നിൽ തന്നെയുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണ് എങ്കിലും കോൺഗ്രസ് ഉമ്മൻചാണ്ടിയുടെ അതിവേഗ ബഹദൂര സിദ്ധാന്തം കൈമുതലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ പ്രചാരണ രംഗത്ത് സജീവമാകുന്നത്. അതിനിടയിൽ അതിശക്തമായ ചില കടുത്ത തീരുമാനവും നിലപാടുകളും വളരെ വേഗത്തിൽ കൈക്കൊള്ളാനും പാർട്ടിക്കും നേതാക്കന്മാർക്കും കഴിഞ്ഞു എന്നതും കോൺഗ്രസ് പാർട്ടിയുടെയും UDF എന്ന മുന്നണിയുടെയും ഗ്രാഫ് കുത്തനെ ഉയരാനും കാരണമായി. അതിലൊരു കടുത്ത തീരുമാനം കോൺഗ്രസ് എടുത്തതാണ് വിമതരെ പുറത്താക്കുമെന്നുള്ളത്. മുരളീധരൻ തന്നെയാണ് ആ കാര്യവും തുറന്നു പറഞ്ഞത്. പാർട്ടി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് പകരമായി ആരെങ്കിലും പാർട്ടിക്കപ്പുറത്ത് നിന്ന് സ്ഥാനാർത്ഥി പട്ടം കെട്ടിയിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ ഈ പാർട്ടിക്ക് പുറത്താണ്. തിരഞ്ഞെടുപ്പ് കഴിയുന്ന മുറയ്ക്ക് അവരെ തിരിച്ചെടുക്കുമെന്ന് ആരും കരുതേണ്ട എന്ന അന്തിമ തീരുമാനവും അദ്ദേഹം ഈ വിഷയത്തിൽ കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ കോൺഗ്രസ് 8 വിമത സ്ഥാനാർത്ഥികളെ ഒറ്റയടിക്ക് പുറത്താക്കിയിരിക്കുന്നത്. നഗരസഭയിൽ കോൺഗ്രസിന്റെ നിർദ്ദേശത്തിന് വിരുദ്ധമായി വിമതരായി മത്സരിക്കുന്ന 8 പേരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി DCC പ്രസിഡന്റ് N ശക്തൻ അറിയിച്ചിരിക്കുകയാണ്. അതേസമയം ജില്ലയിൽ ഒരു വാർഡിൽ 2 പേർക്ക് കൈചിഹ്നം നൽകിയെന്ന വാർത്ത ശരിയല്ലെന്ന് N ശക്തൻ അറിയിച്ചു. വിഴിഞ്ഞം വാർഡിലെ ഔദ്യോഗിക കോൺഗ്രസ് സ്ഥാനാർത്ഥി KH സുധീർ ഖാനാണ്. ഡമ്മിയായി പത്രിക നൽകിയ വ്യക്തി പത്രികയിൽ കൈചിഹ്നം രേഖപ്പെടുത്തിയതുമായി പാർട്ടിക്ക് ബന്ധമില്ല. DCC പ്രസിഡന്റ് ചിഹ്നം അനുവദിച്ചുകൊണ്ടുള്ള ഡിക്ലറേഷൻ റിട്ടേണിംഗ് ഓഫീസർക്ക് നൽകുന്ന സ്ഥാനാർത്ഥിക്ക് മാത്രമേ കൈചിഹ്നം അനുവദിക്കുകയുള്ളൂ. വിഴിഞ്ഞം വാർഡിൽ DCC പ്രസിഡന്റ് ചിഹ്നം അനുവദിച്ചത് KH സുധീർ ഖാനാണ്. ഡമ്മി സ്ഥാനാർത്ഥിക്ക് പാർട്ടി ചിഹ്നത്തിന് വേണ്ടിയുള്ള ഡിക്ലറേഷൻ DCC പ്രസിഡന്റ് നൽകിയിട്ടില്ലെന്നിരിക്കെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായ വീഴ്ച അവർ തിരുത്തണമെന്നും N ശക്തൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്.